ഹായ് കുഞ്ഞുമക്കളെ, ഓടി വാ. ആൻറ്റി ഇന്ന് മായാവിയുടെ കഥ വായിച്ചു തരാട്ടോ. ആൻറ്റി കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞില്ലേ, ലുട്ടാപ്പി കുട്ടൂസൻ എന്നൊക്കെ. ദാ ഇവർ രണ്ടാളും ഈ കഥയിലുണ്ട്. ഓടി വാ, നമുക്ക് നോക്കാം എന്താണെന്ന്. ആദ്യം എന്താ കാണിക്കണത്? ലുട്ടാപ്പി ഓട്ടിക്കൊണ്ടുവരികയാണ്. കയ്യിലെന്തോ ഉണ്ട്. എന്താ പറയണേ? അപ്പൂപ്പ പൂക്കൂടെ രണ്ടും കിട്ടി. അപ്പോൾ ചിരിച്ചോണ്ട് വരികയാണ്. എന്താണ്? അപ്പോൾ കുട്ടൂസിന് നല്ല സന്തോഷമായിട്ടുണ്ട്. കണ്ടോ, മിടുക്കൻ മിടുക്കൻ. അപ്പോൾ കുട്ടൂസൻ ലുട്ടാപ്പിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്ത് കൊണ്ടുവരാൻ? പൂക്കൂട കൊണ്ടുവരാൻ. 2 പൂക്കൂട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ കുട്ടൂസിന് നല്ല സന്തോഷമായി. മിടുക്കൻ മിടുക്കൻ പറയണ കേട്ടോ. അപ്പോൾ ആട്ടെ, എന്തിനാ ഈ പൂക്കൂടകൾ? ലുട്ടാപ്പിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എന്തിനാ പൂക്കൂട കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ പറയാണ്, രാജുവിനെയും രാധയും കുരങ്ങനാക്കാനാണ്. രാജുവിനും രാധനെ കുരങ്ങാക്കാനാണ് ഈ പൂക്കൂട കൊണ്ടുവരാൻ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടൂസൻ ലുട്ടാപ്പിയൊക്കെ രാജുവും രാധേനെയും പിന്നെ മായാവിയൊക്കെ പിടിക്കാൻ നടക്കുന്ന ആൾക്കാരാണെന്ന്. നമുക്ക് നോക്കാം ഈ കഥയിൽ എന്താ പറ്റണമെന്ന്. അപ്പോൾ ലുട്ടാപ്പി പറയാണ്, അതെങ്ങനെ? എടാ മണ്ട, ഓണമല്ലേ വരുന്നത്. അപ്പോൾ പറയണ, ഓണമല്ലേ വരുന്നതെന്ന്. പൂക്കൂട കണ്ടാൽ പിള്ളേർ കയ്യിലെടുക്കും. അപ്പോൾ പൂക്കൂട കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ കയ്യിലെടുക്കും. എന്തിനാ പൂക്കൂട കയ്യിലെടുക്കുക? പൂക്കളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഓണത്തിന് പൂവിടാലോ എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളും കയ്യിലെടുക്കും. അതാണ് കുട്ടൂസിൻ്റെ പ്ലാന്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന്. അപ്പോൾ ഇതും തൂക്കി 10 മിനിറ്റ് നടന്നാൽ ആരും കുരങ്ങാവും, ആൾക്കുരങ്ങ്. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു കൊടുക്കണം, ഇതൊരു മാന്ത്രിക പൂക്കൂടയാണ്, 2 എണ്ണം. 10 മിനിറ്റ് ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവരെന്താവും? മാന്ത്രിക പൂക്കൂട എന്താവും? ആൾക്കുരങ്ങായിട്ട് മാറി പിടിക്കണവർ. കണ്ടോ, ഇത് തൂക്കി 10 മിനിറ്റ് നടന്നാൽ ആൾക്കുരങ്ങാവുന്ന്. അപ്പോൾ ലുട്ടാപ്പി ഹയ്യടാ. ലുട്ടാപ്പിക്ക് സന്തോഷമായി. എന്നിട്ട് സന്തോഷം എങ്ങനെയാ പറയണേ? ഹയ്യടാ. കുട്ടൂസൻ, നീ ഇത് കൊണ്ടുപോയി ആ പിള്ളേർ വരുന്ന വഴിയിൽ വെക്കേ. എന്നിട്ട് ലുട്ടാപ്പിയുടെ അടുത്ത് ജോലി ഏൽപ്പിച്ചു. എന്താ പറഞ്ഞത്? നീ ഇത് കൊണ്ടുപോയിട്ട് പിള്ളേർ വരുന്ന വഴിയിൽ വെക്കാൻ. ഏറ്റു. അപ്പം തന്നെ ലുട്ടാപ്പി, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തൊരു അനുസരണല്ലേ ലുട്ടാപ്പിക്ക്. ലുട്ടാപ്പി എന്തിലാ പോണത്? കുന്തത്തിൽ. കണ്ടോ, കുന്തത്തിലാണ് യാത്ര ചെയ്യണത്. വാലിയൊക്കെ ചുരുട്ടി വെച്ചിരിക്കുകയാണ് വീഴാണ്ടിരിക്കാൻ കുന്തത്തിൽ. കണ്ടോ? എന്നിട്ട് കൊടുത്ത പൂക്കുട്ടയുണ്ട് കൂടെ. പൂക്കൂട. ഹിഹി, ഇന്നും കാണാം രസം. എന്നിട്ട് മനസ്സിലാലോചിക്കണത് കണ്ടോ, മനസ്സിലാലോചിക്കണതാണ് കാണുന്നത്. ഇന്നും കാണാം രസം. അപ്പോൾ ഇത് മായാവി കാണുന്നുണ്ടായിരുന്നു. മായാവി കണ്ടോ, അവിടെ വന്നിട്ട് ഇങ്ങനെ മെല്ലെ നോക്കി. ആഹാ, ലുട്ടാപ്പി എങ്ങോട്ടാ മാന്ത്രിക പൂക്കൂടയുമായിട്ട്? അപ്പോൾ മായാവി ചിന്തിക്കുകയാണ്. എന്താണ് മൈൻഡിൽ ആലോചിക്കണത്? ലുട്ടാപ്പി എങ്ങോട്ടാ മാന്ത്രിക പൂക്കൂടായിട്ട്? അപ്പോൾ ലുട്ടാപ്പി ഇത് ആലോചിച്ച് ചിരിക്കുകയാണ്. ഹിഹി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോവാണ്. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പൂക്കൂട 2 ഇവിടെ വെച്ചു. കണ്ടോ, മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചു. അവർ വരുന്നുണ്ട്, വേഗം സ്ഥലം വിടാം. അപ്പോൾ ലുട്ടാപ്പി നോക്കുമ്പോൾ രാജുവും രാധയും അതിൽ കൂടെ നടന്നു വരികയാണ്. അപ്പോൾ പറയണ, അവർ വരുന്നുണ്ട്, നമുക്ക് വേഗം സ്ഥലം വിടാം. എന്നിട്ട് വേഗം കുന്തം എടുത്തിട്ട് പറക്കാൻ പോവാണ്. കണ്ടോ? അപ്പോൾ വൈകാതെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ആ മരച്ചോട്ടിലെത്തി. ഹായ് പൂക്കൂട, ഹായ്. 2 സന്തോഷമായി. പൂക്കൂട കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പോൾ വേഗം മായാവി അതിൽ കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, അതിൽ തൊടല്ലേ പറഞ്ഞു. മായാവി. അപ്പോൾ രാജു തിരിഞ്ഞു നോക്കുകയാണ്. ഇത് ആരുടെ സൗണ്ട് നോക്കുമ്പോൾ ആരാണ്? മായാവി. മായാവി എന്താ പറയണേ? അതിൽ തൊടല്ലേ എന്ന് പറയാണ്. അത് തൂക്കി 10 മിനിറ്റ് നടന്നാൽ ആൾക്കുരങ്ങാവും. മായാവി രാജുവിൻ്റെ അടുത്തും രാധടുത്തും പറയണം, അത് തൂക്കിയിട്ട് 10 മിനിറ്റ് നടന്നാൽ എന്താവും? ആൾക്കുരങ്ങാവും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഡാഗിനി വരുന്നുണ്ട്, ഒരു സൂത്രമുണ്ട്. അപ്പോൾ മായാവി നോക്കിയപ്പോൾ ആരാ വരുന്നത്? ഡാഗിനി അമ്മൂമ്മ അതിൽ കൂടെ നടന്നു പോവാണ്. അപ്പോൾ മായാവിക്കൊരു സൂത്രം തോന്നി. എന്താ പറയണേ? ഡാഗിനി വരുന്നുണ്ട്, ഒരു സൂത്രമുണ്ട്. ഇവിടെ 2 കൊട്ട കിടക്കുന്നുണ്ട്. കണ്ടോ? രണ്ടാളും കൂടെ നോക്കുകയാണ്.
അപ്പോൾ മായാവി മാന്ത്രിക ശക്തിയുള്ള ആളല്ലേ, അപ്പോൾ പറയണ ഓം ഹ്രീം. എന്നിട്ട് മന്ത്രം ചൊല്ലിയതോടെ എന്തായി മാറിയത് കണ്ടോ, ചെറുതായി അത്. പൂക്കൂടകൾ ചെറുതായി. രാജുവും രാധയും സർപ്രൈസായി. കണ്ടോ, പൂക്കൂട ചെറുതായി. ഇനി അവ കയ്യിലെടുത്തോ, ഇനി കയ്യിലെടുത്തോളാൻ പറയണ. അമ്മൂമ്മ അടുത്ത് വരുമ്പോൾ താഴെ എറിഞ്ഞിട്ട് ഓടണം. രാജുവിൻ്റെ അടുത്ത് രാധയുടെ അടുത്ത് എന്താ പറയണത്, അമ്മൂമ്മ അടുത്ത് വരുമ്പോൾ താഴെ എറിഞ്ഞിട്ട് ഓടണം എന്ന്. അപ്പം രാധ ശരി 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 പറഞ്ഞു. ഓക്കേ, അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. നില്ലടി അവിടെ, നില്ലട ചെറുക്ക. അപ്പോൾ ഡാഗിനി അമ്മൂമ്മ അടുത്ത് വേണമെന്നിട്ട് അവർ ഫ്രണ്ട് കൂടെ പോയതാണ് കേട്ടോ. അപ്പം എന്തായി, ഡാഗിനി അമ്മൂമ്മ കണ്ടു. അപ്പോൾ പറയണേ നില്ലടി അവിടെ, നില്ലട ചെറുക്ക. അയ്യോ രാധയെ ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ഓടുമ്പോൾ മായാവി പറഞ്ഞു കൊടുത്തില്ലേ രണ്ടും താഴെ ഇട്ടിട്ട് ഓടണമെന്ന്. അതേപോലെ രാധ ചെയ്തു. കണ്ടോ, രണ്ടും താഴെ ഇട്ടിട്ട് ഓടി. അപ്പോൾ ഡാഗിനി അമ്മൂമ്മ കണ്ടു, അവരെന്തോ കളഞ്ഞല്ലോ. ഡാഗിനി അമ്മൂമ്മ മനസ്സിലാലോചിക്കണ്, എന്തോ കളഞ്ഞല്ലോ അവര്. ഹായ്, നല്ല 2 കമ്മൽ. ഡാഗിനി അമ്മൂമ്മ നോക്കിയപ്പോൾ അത് എന്തായിരുന്നു, കമ്മലായിരുന്നു. മായാവി അതിനെ എന്താക്കി, 2 പൂക്കോടനെ കമ്മലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മൽ കണ്ട ഡാഗിനി അമ്മൂമ്മ വിടുമോ? ഡാഗിനി അമ്മൂമ്മ എന്താ ചെയ്തത്, അതിനെ എടുത്തിട്ട് വേഗം ചെവിയിലിട്ടു. കണ്ടോ, 2 ചെവിയിലും ആ കമ്മലാണെന്ന് കരുതിയിട്ട് ആ പൂക്കൂടനെ ഇട്ടു. പിള്ളേർ പോണേൽ പോട്ടെ, കമ്മൽ 2 കിട്ടിയല്ലോ. അപ്പോൾ ഡാഗിനി അമ്മൂമ്മയ്ക്ക് കമ്മൽ കണ്ടപ്പോൾ സന്തോഷമായി. എന്നിട്ട് പറയണം, പിള്ളേർ പോണേൽ പോട്ടെ, കമ്മൽ 2 കിട്ടിയല്ലോ എന്ന്. എന്നിട്ട് എന്താ പറയണേ, കുട്ടൂസനെ ഇതൊന്നിട്ട് കാണിക്കാം, ഹിഹി മനസ്സിൽ വിചാരിക്കുകയാണ്. ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ടേ കുട്ടൂസനെ ഇതൊന്ന് ഇട്ട് കാണിക്കാമെന്ന്. നമുക്കല്ല അറിയുള്ളൂ അത് മായാവി മന്ത്രം ചൊല്ലിയിട്ട് കമ്മലാക്കിയതാണെന്നല്ലേ. എന്താ പറയുക, പിന്നെ വൈകാതെ. അപ്പോൾ കുറച്ചു നേരം നടക്കണമായിരിക്കും, അതാണ് വൈകാതെ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടൂസൻ്റെ വീടെത്തി. കുട്ടൂസനില്ലേ ഇവിടെ? അപ്പോൾ ഉള്ളിന്ന് ആരാ? അപ്പോൾ കുട്ടൂസൻ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഡാഗിനി അമ്മൂമ്മ എന്തായിട്ടാ മാറിയിരിക്കണത്. അയ്യോ, ആൾക്കുരങ്ങ്. കുട്ടൂസൻ പേടിച്ചു പോയി. ഡാഗിനി അമ്മൂമ്മ അപ്പയ്ക്കും ആൾക്കുരങ്ങായ ആൾക്കുരങ്ങിൻ്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ, അല്ലാണ്ട് ഡാഗിനി അമ്മൂമ്മയുടെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ലുട്ടാപ്പി പേടിച്ചിട്ട് ഹിയോ ഹയ്യോ എന്ന് പറയണതിന് പകരം ഹിയോ എന്നായി പോയി, കണ്ടിട്ട് പേടിച്ചിട്ടേ. എന്നിട്ട് എന്താ ചെയ്തത് ഡാഗിനി അമ്മൂമ്മ, എന്നെ വിടണേ, കുട്ടൂസനെയും പിടിച്ചു ലുട്ടാപ്പിനെയും പിടിച്ചു. ലുട്ടാപ്പി എന്താ പറയണ, അമ്മച്ചിയേ പറയണ. കണ്ടോ, 2 ആളെയും പിടിച്ചു. കാതിൽ കണ്ടോ കമ്മല, ഇതെന്താ സാധനം, പൂക്കൂടെ ആയിരുന്നു. അപ്പോൾ മായാവിത രാജുവിനെയും രാധേനെയും തോളിൽ കയറ്റിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. എന്നിട്ട് ചിരിക്കണു ഹഹഹാന്ന്. എങ്ങനെയുണ്ട് ഇന്നത്തെ കഥ? അങ്ങനെ ഇപ്രാവശ്യവും കുട്ടൂസനും ലുട്ടാപ്പിക്കൊന്നും രാജുവും രാധേനെയും തൊടാൻ പറ്റിയില്ല അല്ലേ, മായാവിയുള്ള കാരണം. ഇനി നമുക്ക് അടുത്ത കഥയായിട്ട് കാണാട്ടോ. ബൈ.